മുഴുവൻ പാർട്ടി ഓഫീസുകൾക്ക് നേരെ സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം നടക്കുമ്പോൾ ഈ പോലീസിന് അറിയില്ല ഇവിടുത്തെ കുട്ടി സഖാക്കൾ ഇങ്ങോട്ട് വരുന്നു. ഇപ്പൊ വന്നിട്ട് ഗേറ്റ് കൂട്ടാൻ നിൽക്കുക. ഒരു പോലീസ് സ്റ്റാൻഡ് ഒരു ഒത്താശയും ഞങ്ങൾക്ക് വേണ്ട, ഒരു സുരക്ഷയും വേണ്ട. ഈ ഓഫീസിലിരിക്കുന്ന 5 ആളുണ്ടായാല് ഇവന്റെ ഒന്നും ഉമ്മാക്കിയോണ്ട് പേടിക്കാൻ നിൽക്കുന്നതാണെന്നല്ല. ഒരു തരത്തിലും ഈ പറഞ്ഞ SFI-കാരനോ DYFI-കാരനോ അങ്ങ് മൂക്കിക്കേറ്റി കയറിയെന്ന് പറഞ്ഞേ. ഈ ICU കിടക്കുന്ന മഹതി ഉണ്ടല്ലോ, നാടകത്തിന്റെ മുഖ്യനാടി മന്ത്രി വീണ ജോർജ്, എന്തൊക്കെ തോന്നിവാസം കാണിച്ചാലും ഈ നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നുണ്ട്. നിങ്ങളെ ഈ തോന്നിവാസം മുഴുവൻ ഏതാണ്ട് ഒരു മാസം കൂടെ ഉള്ളൂ. ബാക്കി എന്തായിട്ടുണ്ടെന്ന് നമുക്കറിയാം. കേരളത്തിലെ ജനങ്ങൾ ഇതിന് മറുപടി പറയും. DCC ഓഫീസിനകത്തേക്ക് ഈ തെമ്മാടുകൾക്കാരൻ അവസരം കൊടുത്തിട്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഞങ്ങളെ സംബന്ധിച്ച് വൈകാരികമായ ഓഫീസാണ്. ആ ഓഫീസിനകത്തേക്ക് ഒരു മാന്യ മര്യാദയിൽ ഈ തെമ്മാടി കൂട്ടത്തിനെ കടന്നു വരാൻ പോലീസ് ഒത്താശ ചെയ്യുക. എന്ത് തോന്നിവാസം ഇത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇത് ഒരുമാതിരി ഈ പറഞ്ഞ പോലെ വെറുതെ പറഞ്ഞല്ല. തീക്കളി കൊണ്ടാണ് ഇവിടുത്തെ CPM DYFI-കാരൻ SFI-കാരനൊക്കെ തല പറയുന്നത്. കാണിച്ചാൽ ഞങ്ങളൊന്ന് ഇറങ്ങി എന്താ അവസ്ഥ? ഒറ്റൊന്നിനെ പൊടി കണ്ടില്ല. ഇപ്പോൾ 5 ആൾ മതി. ഈ പറഞ്ഞു നിൽക്കുന്ന ചോരത്തളപ്പിന്റെ പിള്ളേർ ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ കെ സുധാകരന്റെ കുട്ടികൾ കുട്ടികൾ ഇന്നും കണ്ണൂരുണ്ട്. അതുകൊണ്ട് അമ്മാരി ഭീഷണി പലപ്പോഴൊന്നും ഇങ്ങോട്ട് വേണ്ട. ഈ ഓഫീസ് ഞങ്ങൾ അഭിമാനത്തോടുകൂടെ ഈ ഓഫീസിനകത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് യുവന്മാർ ഈ പറഞ്ഞ ഭീഷണിയും ഈ കല്ലേറും ഈ തോന്നിവാസം കൊണ്ടൊന്നും പേടിച്ചോടാൻ വേണ്ടിയിട്ടില്ല. വേറെ ഒരു പോലീസുകാരും ഞങ്ങൾക്ക് വേണ്ട. ഈ ഓഫീസിൽ അങ്ങനെ നിൽക്കണമെന്ന് ഞങ്ങൾക്കറിയാം. ഈ ജില്ലയിലെ പാർട്ടി നേതൃത്വം എങ്ങനെ സംരക്ഷിക്കണമെന്ന് ഇവിടെ ജില്ലാ കോൺഗ്രസ് നേതൃത്വം നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാന കേസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ ഫർഹാൻ മുണ്ടൻ ഉൾപ്പെടെ കല്ലേറിൽ പരിക്കുവെച്ചാണ് പോലീസ് നോക്കിക്കാണ്. ഞാനൊരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഓഫീസിനകത്ത് കല്ല് വരുന്നത്, ഞാൻ ഇരിക്കുന്ന ചാനൽ മുറിയിൽ ക്യാമറയുടെ മുമ്പിലേക്കാണ് കല്ല് വന്ന് വീഴുന്നത്. എന്ത് തോന്നിവാസമാണ് ഇതാണ് ഇവിടെ നടക്കുന്നത്. ഈ അക്രമത്തിന് കോപ്പ് കൂട്ടാൻ തന്നെയാണ് ഈ തിരക്കഥ ഒരുക്കുന്നത്. AN ഷംസീറിന്റെ തിരക്കഥയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് വീണ ജോർജ് തകർത്ത് അഭിനയിച്ചു. ഈ കുട്ടി കുരങ്ങന്മാരുണ്ടല്ലോ കുറെ എണ്ണം ഇവിടെ വന്നേ, അവന്മാരൊക്കെ ഇങ്ങനെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുക. MC അതുലിന്റെ ജില്ലാ KFC കമ്മിറ്റി പ്രസിഡന്റിനെ എന്നല്ല, ഈ ജില്ലയിലെ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന ആളുകളെ പോലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ പേഴ്സണൽ മെസ്സേജ് എന്തൊക്കെ അക്രമവും ഭീഷണിയും. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് മന്ത്രിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് MC അതുൽ ഉൾപ്പെടെയുള്ള സഹഭാരവാഹികൾ, മറ്റ് KSUവിന്റെ ഉത്തരവാദിത്തപ്പെട്ട സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫർഹാൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട എന്തിനേറെ പറയുന്ന ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയ ആളുകളെ പോലും പേഴ്സണൽ മെസ്സേജ് വന്ന് ചീത്ത വിളിക്കുക, കൈകാര്യം ചെയ്തു നിന്റെ നാളുകൾ എണ്ണപ്പെട്ടു എന്ന് പറയുക. മുദ്രാവാക്യം ടൗൺ സ്റ്റേഷന് മുമ്പിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഈ പറയപ്പെട്ട KSU നേതാക്കളുടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ വാർഡുകളിൽ ജില്ലാ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് വിജിൽ മോഹൻ ഇവിടെ ഉണ്ട്. കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ കൈകാര്യം ചെയ്ത് കളയും, അങ്ങ് ഇല്ലാതാക്കി കളയും എന്ന് പറയാണ്. അങ്ങനെയാണ് നോക്കാലോ ഈ ജില്ലയിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്, അതിന്റെ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് ആവശ്യമായ സംരക്ഷണം കൊടുക്കാനുള്ള എല്ലാ കെൽപ്പും ഉണ്ട് ഈ പാർട്ടിക്ക്. അത് വരും ദിവസങ്ങളിൽ ഈ പറഞ്ഞ ഇവിടെ കണ്ട ഈ സമരാഭാസി തോന്നിവാസം കാട്ടിക്കൂട്ടുന്ന പ്രതിഷേധത്തിന്റെ പേരിൽ ഇമാതിരി തോന്നിവാസം കാട്ടിക്കൂട്ടുന്ന ഈ കുട്ടിക്കുരങ്ങന്മാർ അറിയും. കൃത്യമായിട്ട് മനസ്സിലായി തരും.